പുള്ളി അടുത്തു കൂടെ അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ടപ്പ് 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 അടിക്കും. നമ്മുടെ ക്ലാസ്സിലൊക്കെ ടീച്ചർമാര് വരുന്നൊക്കെ പോലെ നമ്മൾ 8 ദിവസം കൊണ്ട് പഠിക്കുന്നത് പുള്ളി അരമണിക്കൂർ കൊണ്ട് പഠിക്കുമെന്നാണ് ഞാൻ വീക്ഷിച്ചറിഞ്ഞത്. ആണ്. അടുത്ത ആള് പൃഥ്വിരാജ്. അഡ്വക്കേറ്റ് അരവിന്ദൻ. ഐ മീൻ പുള്ളി ഡയലോഗ് പഠിക്കാനൊക്കെ ജീനിയസ് ആണ്. നമ്മൾ 8 ദിവസം കൊണ്ട് പഠിക്കുന്നത് പുള്ളി അരമണിക്കൂർ കൊണ്ട് പഠിക്കുമെന്നാണ് ഞാൻ വീക്ഷിച്ചറിഞ്ഞത്. ആണ്. അവിടെ വെച്ച് എങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായോ? പിന്നെ ഒരു കോർട്ട് ഡ്രാമയില് എന്താ പറയാ, ഹിന്ദി ആരുടെയും കാട്ടി മുന്നേ ഒരു മുഴുനീള ഡയലോഗ് ഉണ്ട്. അയാൾ ഒറ്റയ്ക്ക് ഒരു ഷോട്ടില് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ. അപ്പൊ ഞാൻ എന്നോടൊക്കെ പറഞ്ഞു, പുള്ളി ആ സമയത്ത് വന്ന് നിന്നിട്ട് എടുത്തിട്ട് ഒന്ന് വായിച്ചിട്ട് കൊടുക്കും. എനിക്ക് തോന്നുന്നത് തലേ ദിവസം കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്, എഴുതി പഠിക്കുന്നുണ്ടോ. ഞാനൊക്കെ അങ്ങനെ പഠിച്ചാലും എനിക്ക് പറ്റില്ല. അദ്ദേഹത്തോട് ചോദിച്ചായിരുന്നോ, എന്റെ ചേട്ടാ ഇത് എങ്ങനെ സാധിക്കും? എനിക്ക് എന്താന്നറിയില്ല, ആ സമയത്തൊക്കെ പുള്ളി അടുത്തു കൂടെ അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ടപ്പ് 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 അടിക്കും. നമ്മുടെ ക്ലാസ്സിലൊക്കെ ടീച്ചർമാര് വരുന്നൊക്കെ പോലെ, ചില മാത്സ് ടീച്ചർ വരുന്ന പോലെ ടിക് ടിക് ടിക്. എന്തിനാന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടൊരു ടിക് 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 അടിക്കും. ഞാൻ പിന്നെ മിണ്ടാനോ സൈഡിക്കോ പോയിട്ടില്ല. ലാൽ ജോസ്. എനിക്ക് ക്ലാസ്മേറ്റ്സ് മീശമാധവനൊക്കെ മിന്നുന്നത്. പിന്നെ നായിക നമ്മളിപ്പോ ചെയ്ത സോളമനേക്കാളും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മിന്നും. അയാള് ഞാൻ തമ്മില് അങ്ങനെ സാറിനെ കാണുമ്പോ ഇങ്ങനെ ടിക് 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 അടിക്കില്ല. സൗബിൻ ഷാർ ഇക്ക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ തന്നായിരുന്നോ വികൃതിയുടെ സമയത്ത്? പഠിപ്പിച്ചും തന്നില്ല, ഇപ്പോഴും ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സോളമന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വന്ന് കണ്ട് ആ സീനത്തെ വിളിച്ചിട്ട് ഒരിതുകൂടെ കരിക്ക്. അയ്യോ, അത് ഓൾ ടീം. എനിക്ക് പെട്ടെന്ന് അനുവിന് ഓർമ്മ വരും, ജീവൻ ഓർമ്മ വരും, അർജുൻ ഓർമ്മ വരും, ഒരു ഓൾ ടീം. മിനീന് ഓർമ്മ വരും, സിബിച്ചൻ ഓർമ്മ വരും, പിന്നെ നമ്മുടെ പോലീസ് സാറിന് ഓർമ്മ വരും. അവരൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്റ്റിലില്ല, പക്ഷെ സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റിലുണ്ട്. പുതിയ സിനിമകൾ രേഖ എന്റെ ഏറ്റവും നോക്കിക്കാണുന്ന മൂവിയാണ്. ഞാൻ പ്രതീക്ഷയുള്ള മൂവിയാണ് രേഖ. കാർത്തിക് സുബ്രാജ് പ്രൊഡക്ഷനിൽ വരുന്ന, അതില് ടൈറ്റിൽ റോൾ ചെയ്യുന്നു. ആൻഡ് മൂവിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ജനുവരിയിൽ റിലീസാവും. പിന്നെ ഹിന്ദി മൂവിയാണ് സെക്കൻഡ് പ്രതീക്ഷ. പിന്നെ ഇതൊക്കെ പ്രതീക്ഷകളാണ്, പക്ഷെ ലീഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് കുറച്ച് പ്രതീക്ഷകൾ കൂടുതലാണ്. പ്രതീക്ഷയും ടെൻഷനും ഒക്കെ കൂടുതലാണ്. സിനിമ റിലീസിന്റെ തലേ ദിവസം ടെൻഷൻ, ഉറക്കമില്ലായ്മ, ടെൻഷൻ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വികൃതിക്ക് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായി. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഒരു വിധിയുണ്ട്, അത് ആൾക്കാർ വിധിക്കുന്ന ഒരു വിധിയാണ്, അത് നടക്കും, അത്രേ ഉള്ളൂ. അത് ഹിറ്റാണെങ്കിൽ ഹിറ്റ്. ഞാൻ കൂളായിട്ടിരുന്ന, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതാണ് ജനഗണമന. ഞാൻ ഫസ്റ്റ് നന്നായിട്ട് ഉറങ്ങി, ഷൂട്ടിന് പോയി. അന്ന് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും കാണാൻ പറ്റിയില്ല.